മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് അബ്ദുൾ റഷീദ് UDF സ്ഥാനാർത്ഥി. നേരത്തെ റഷീദിനെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു. തളിപ്പറമ്പ് സീറ്റ് TK ഗോവിന്ദന് വേണ്ടി ഒഴിച്ചിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അബ്ദുൾ റഷീദ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, തളിപ്പറമ്പിൽ റഷീദായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഏതായാലും VP അബ്ദുൾ റഷീദ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദനെതിരെ തളിപ്പറമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 20,000-നടുത്ത ഭൂരിപക്ഷത്തിലേക്ക് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ MV ഗോവിന്ദനെ പിടിച്ചുകെട്ടാൻ റഷീദിന് സാധിച്ചിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് വീണ്ടും ഒരു തവണ കൂടി തളിപ്പറമ്പിൽ റഷീദ് മത്സരിക്കട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ഒരു തീരുമാനമുണ്ടായത്. അവിടെ റഷീദ് പ്രവർത്തനങ്ങൾ അനൌദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി തളിപ്പറമ്പിൽ ഇപ്പോൾ TK ഗോവിന്ദന്റെ വിമത നീക്കം വന്നതോടുകൂടി അത് ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ സീറ്റ് അങ്ങനെ ഗോവിന്ദനെ പിന്തുണ നൽകി മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒഴിച്ചിടുകയാണ്. ആ സാഹചര്യത്തിലാണ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കാൻ VP അബ്ദുൾ റഷീദിനെ പാർട്ടി ചുമതലപ്പെടുത്തുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ റഷീദിനോട് ഇക്കാര്യം സംസാരിച്ച് ധർമ്മടത്ത് മത്സരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ധർമ്മടത്തേക്ക് മുഖ്യമന്ത്രിയെ നേരിടാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ VP അബ്ദുൾ റഷീദ് എത്തുന്നു എന്നുള്ളതാണ്. അബ്ദുൾ റഷീദ് KSUവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. സമരമുഖങ്ങളിൽ വലിയ ആവേശത്തോടു കൂടി പ്രവർത്തിച്ച ഒരു നേതാവ് എന്ന നിലയിൽ വലിയ ജനശ്രദ്ധ നേടിയ ഒരു നേതാവാണ് VP അബ്ദുൾ റഷീദ്. അഭിഭാഷകൻ കൂടിയാണ്. ഏതായാലും റഷീദ് ധർമ്മടത്തേക്ക് എത്തുമ്പോൾ ഒരു യുവ നേതാവിനെ മുഖ്യമന്ത്രിക്കെതിരെ കളത്തിലിറക്കുകയാണ് UDF. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.